ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം. കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം. കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ മസാല ഒന്ന് മൂപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. ഈ പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണം. അതിനുള്ള മസാലയാണ് ഞാൻ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കനാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാല എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചിക്കനിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കണം. സവാളയുടെ കൂടെ നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ടുള്ള ഒരു കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ശരിക്കും സവാളയേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് മെയിനായിട്ടും പച്ചമുളക് നമ്മൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, മുളക് പൊടി കുറച്ചിട്ട്. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുക. ചിക്കനും ഈ ഉള്ളിയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് അരിഞ്ഞിട്ടൊന്നുമല്ല, ഇത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ആ പേസ്റ്റാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കുഞ്ഞ് നന്നായി പഴുത്ത തക്കാളിയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരമെങ്കിലും തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഞങ്ങൾ ഒഴിക്കുന്നില്ല, കാരണം ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം വരും. എന്നിട്ട് നന്നായിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇങ്ങനെ വരട്ടി എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.